മിമിക്രി ലോകത്ത് ഒരുപാട് വ്യത്യസ്തകൾ ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ. അതെ, രമേശ്. ഹായ് രമേശ്. നമസ്കാരം. നീ ഇവിടുന്ന് ഒരുപാട് പറയുമെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ട് ഞാൻ നീ വിളിക്കാൻ കാത്തു നിന്നില്ല, അതിനു മുമ്പ് ഇങ്ങ് പോന്നു. ഇപ്പോൾ സിനിമയേക്കാൾ കൂടുതൽ പ്രേക്ഷകർ മിനി സ്ക്രീനിലാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആണല്ലോ. അതുകൊണ്ട് ഞാൻ സിനിമാ നടന്മാരുടെ ശബ്ദം അനുകരിക്കാതെ ടിവിയിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ മാത്രം അനുകരിക്കുന്ന പരിപാടിയാണ്. അതെ, വ്യത്യസ്തമായിട്ടുള്ള ടിവിയിലൂടെ കേൾക്കുന്ന അവതാരകരെ അതുപോലുള്ള ശബ്ദങ്ങൾ മാത്രം ഞാൻ അനുകരിക്കുകയുള്ളൂ. സൂര്യ ടിവിയിൽ രാത്രി 10:30 ഈ അടുത്ത കാലത്ത് വരെ ക്രൈം ഫയൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതെ, ക്രൈം ഫയൽ. കേരളത്തിൽ ആരാരെ എവിടെ എപ്പോൾ എങ്ങനെ കൊന്നു എന്ന് കൃത്യമായി കാണിക്കുന്ന ഒരു പ്രോഗ്രാം. കുറ്റാന്വേഷണ ഒരു അത് തന്നെ. ഈ ക്രൈം ഫയലിൽ മുഖം കാണിക്കാത്ത ഒരു അരശീശുണ്ട്, ഇല്ലേ? അശരീരി. അതെ അതെ. ഈ സാധനത്തിന്റെ സൗണ്ട് ഞാൻ ആദ്യം കേൾപ്പിക്കാം. ഓക്കെ. അപ്പോൾ സൂര്യ ടിവിയിലെ ക്രൈം ഫയലിന്റെ മുഖം കാണിക്കാത്ത അശരീരി. സമയം രാത്രി കൃത്യം 12 മണി. ആലപ്പുഴയ്ക്കടുത്തുള്ള എറണാകുളം എന്ന കൊച്ചു ഗ്രാമം. രാത്രിയുടെ 2-ാം യാമത്തിൽ സോമൻ ഉറക്കം വന്നില്ല. ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ്. സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട്. രാത്രിയുടെ 3-ാം യാമത്തിൽ സോമൻ തലകുത്തി നിന്നു. പുറത്തേക്കിറങ്ങിയ സോമൻ കിണറ്റിലേക്ക് നോക്കി. കിണറ്റിൽ ജഡേജയുടെ ജഡം. കേരളത്തെ നടുക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നു. ക്രൈം ഫയൽ നാളെ രാത്രി 10:30 മറക്കാതെ കാണുക. സമ്മതിക്കണം അല്ലേ? ഓക്കെ ഓക്കെ, സമ്മതിക്കണം. അപ്പൊ ഇനി അടുത്ത് കാണിക്കാം. ഇതുപോലുള്ള വാർത്താധിഷ്ഠിത പരിപാടികളുടെ ബാഹുല്യം കണ്ടിട്ടാണ് ഒരു മന്ത്രി ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ തന്നെ തുടങ്ങിയത്. അതെ, ഇന്ത്യ വിഷൻ അല്ലേ? അപ്പൊ ഇന്ത്യ വിഷനിൽ വാർത്ത വായിക്കുന്ന നികേഷ് കുമാറിന്റെ ശബ്ദമാണ്. നികേഷ് കുമാർ. കുഴപ്പമില്ലോ? ഇല്ല. ഇതാരും കളിയാക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇന്ത്യൻ ഒരു മന്ത്രിയുടെ സൗണ്ട് അനുകരിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇന്ത്യ വിഷനിലെ നികേഷ് കുമാർ. കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഭഗത്തുണ്ട്. ഭഗത്, എന്ത് കാഴ്ചകളാണ് അവിടെ കാണുന്നത്? അല്ലെങ്കിൽ എന്ത് വിശേഷങ്ങളാണ് പറഞ്ഞു തരുവാനുള്ളത്? നികേഷ്, അത് രാവിലെ തന്നെ മന്ത്രിയുടെ കാറ് കാത്തുകൊണ്ട് ഒരു സംഘം അക്രമികൾ ഇവിടെ കിടക്കുകയായിരുന്നു. കാറ് കണ്ടപ്പോൾ യാതൊരു വ്യക്തമാകുന്നില്ല. കുറച്ചുകൂടെ വിശദമായി ചോദിച്ചാൽ മാധ്യമപ്രവർത്തകരെ തന്നെയാണോ അവിടെ മർദ്ദിക്കുന്നത്? നാളെ ബന്ദിനോ ഹർത്താലിനോ ഉള്ള സാധ്യത കാണുന്നുണ്ടോ? നികേഷ്, ഇവിടെ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 4 കിലോമീറ്റർ അപ്പുറം ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത്. കൃത്യമായിട്ടൊന്നും അറിയില്ല. സാരമില്ല, എനിക്കിപ്പോൾ സംസാരിച്ച് നേരം കളയുവാൻ എന്നോടൊപ്പം ഇന്ത്യ വിഷൻ സ്റ്റുഡിയോവിൽ ഐസ്ക്രീം പാർലർ കേസിലെ വിവാദ നായകനായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി എത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാർ, പറയൂ, എന്താണ് അങ്ങേക്ക് ഈ കേസിനെ കുറിച്ച് പറയുവാനുള്ളത്? അല്ലല്ലല്ലല്ലല്ല, നോ 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 എനക്കെതിരെ ഇതിനു മുമ്പും പലതവണ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ രാജിവെക്കലാണോ പതിവ്? എനിക്ക് തോന്നുന്നത് ഈ പീഡന കേസ് വന്നതിന് ശേഷം എനിക്കുള്ള ജനപിന്തുണ കൂടിയിട്ടേ ഉള്ളൂ, ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല. ഇന്ത്യ വിഷൻ ന്യൂസ് റൗണ്ട് ഇനി നാളെ രാത്രി 9 മണിക്ക് കേൾക്കാം. തീർന്നു. ഓക്കെ, കലക്കില്ലേ? ഇനി അടുത്ത എന്താണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ഞാനിങ്ങനെ ചിരിച്ചു കളിച്ചൊക്കെ നടക്കുന്നേ ഉള്ളൂ. എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാവോ? എന്താ? ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ. പെങ്ങൾക്ക് ഭയങ്കര ഭ്രാന്ത. അയ്യോ, എന്ത് പറ്റി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ചെങ്ങലക്കിട്ട പെങ്ങൾ. അവള് ചെങ്ങലയും പൊട്ടിച്ച് കഴിഞ്ഞ ആഴ്ച പുറത്തേക്ക് ഓടി. എന്നിട്ട് ഇപ്പൊ നല്ല നിലയില്ല. ഇപ്പൊ ചരൺ ടിവിയിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് കിട്ടി, പെട്ടെന്ന് അവതരണം തുടങ്ങി. അങ്ങനെ പുള്ളിക്കാരത്തിന്റെ ഒരു ജീവിതം. അപ്പൊ ഇപ്പം ഇന്ത്യ വിഷനും കഴിഞ്ഞു, അതും കഴിഞ്ഞു. ഇനി 3-4 വേറെ രാഷ്ട്രീയക്കാരെ വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റിലെ സീനിയർ മോസ്റ്റ് വാർത്താധിഷ്ഠിത പരിപാടിയായ കണ്ണാടി അവതരിപ്പിക്കും. അത് തന്നെ, TN ഗോപകുമാറിന്റെ കണ്ണാടി. കേട്ടോ? മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ണാടിയുടെ ലക്കത്തിൽ കണ്ണാടി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സീരിയൽ താരമായ മായമ്മയുടെ വീട്ടിലേക്കാണ്. മായമ എന്ന പരമ്പരയിൽ മായമ്മ ഓരോ ആഴ്ചയും മാറി മാറി വരുന്നു. മായമ്മയുടെ തിരോധാനത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഇങ്ങനെ പ്രതികരിച്ചു. ഇറങ്ങിപ്പോകുവാനായി നിയമസഭയിൽ ചെന്ന ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. മായമ്മ പോയത് ആന്റണി സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടു മാത്രമാണ്. അച്യുതാനന്ദന്റെ ഈ വാക്കുകളോട് മുൻ മുഖ്യമന്ത്രി AK ആന്റണി സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിച്ചു. ഇത് വളരെ മൃഗീയവും വളരെ വൈശാചികവുമായ ആരോപണം. മായമ്മ പോയെങ്കിൽ എന്താ? വേറെ എത്ര സീരിയലുകളുണ്ട്. ഇതൊന്നും കാണാൻ പറ്റാത്തവരെ ഭരിക്കാൻ ഞാനില്ല. ഞാൻ അടുപ്പിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് കാട് കയറി പോവുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന K കരുണാകരൻ ആന്റണിയുടെ ഈ വാക്കുകളോട് മറ്റൊരു രീതിയിലാണ് പ്രതികരിച്ചത്. ആന്റണി എന്തു പറഞ്ഞു? ആന്റണിക്ക് ഭരണമഞ്ഞ പണി അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ മായമ്മ പോയില്ലല്ലോ. ഇനിയിപ്പോൾ
പോയ മയമേ ആര് കൊണ്ടുവരും? ആര് കൊണ്ടുവരും? പണിയറിയാവുന്ന വേണ്ടേ കൊണ്ടുവരാൻ. ഇനിയിപ്പോൾ പോയ മയമേ എൻ്റെ മോൻ മുരളി കൊണ്ടുവരും, അവന് പണിയറിയാം. ഇതോടുകൂടി ഈ കണ്ണാടി സമാപിച്ചു. ഓ കണ്ണാടി നന്നായിട്ടുണ്ട്. കണ്ണാടി ടി വിക്കകത്ത് നിന്നാണല്ലോ. അതെ നന്നായിട്ടുണ്ട്. ആ, ഇനി അടുത്ത എന്താണ്? അടുത്ത ടി വിക്കകത്ത് സൂര്യ ടി വിയിൽ തന്നെ പണ്ട് അണിയറ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അണിയറ. ഇതുപോലെയൊക്കെ തന്നെയുള്ള വാർത്താധിഷ്ഠിത പരിപാടിയാണ്. അതിപ്പോ ഇന്ത്യ വിഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഏലിയാസ് ഏട്ടനുണ്ട് അത് അവതരിപ്പിക്കുന്നത്. ഏലിയാസ് ജോൺ. അറിയാവോ? അറിയാം. എനിക്ക് വലിയ പിടിയില്ല. ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ ഏലിയാസ് ജോണിന്റെ ശബ്ദമാണ് ഇനി അനുകരിക്കാൻ പോകുന്നത്. കേട്ടോ, ഒറ്റ വരിയേ ഉള്ളൂ. കേട്ടല്ലോ, അണിയറ അവതരിപ്പിക്കുന്ന ഏലിയാസ് ജോൺ. അണിയറ. ഇടത് ഭരിച്ചു, വലത് മാറി മാറി ഭരിച്ചു. എന്നിട്ട് മലയാളികൾക്ക് എന്താണ് കിട്ടിയത്? ഡപ്പ് ഡപ്പ് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ അക്കരെ നിന്നൊരു സായിപ്പ് എന്താണ് കാണിച്ചത്? കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്രയും ടി വിക്കകത്തുനിന്നുള്ള അവതാരകരെ കാണിച്ചു. സിനിമാ നടനല്ലാത്ത, സീരിയൽ നടനല്ലാത്ത, ടി വിയിൽ ഏതെങ്കിലും ഒരു പരിപാടിയുടെ അവതാരകനല്ലാത്ത, എന്നാൽ മിനി സ്ക്രീനിൽ എപ്പോൾ ഏത് സമയത്ത് ഏത് ചാനൽ ഓൺ ചെയ്താലും വരുന്ന ഒരു വ്യക്തി, മിനി സ്ക്രീനിലൂടെ ഇവർക്ക് എല്ലാവർക്കും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയുടെ സൗണ്ട് അനുകരിച്ച വെറൈറ്റി ആണല്ലോ. ഓക്കെ. മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ ഇവർക്കറിയാം. എന്നാൽ ഈ പുള്ളി നടനോ അഭിനേതാവോ ഒന്നും അല്ല താനും. ഒന്നുമല്ല. അത് വെറൈറ്റി ആണല്ലോ. കാണിക്കട്ടെ. അപ്പൊ പേര് പറയുന്നില്ല. ഓക്കെ. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ദുബായിയുടെ തലസ്ഥാനമായ സലാലയുടെ ഹരിതാബയിൽ അറ്റ്ലസിന്റെ പുതിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉദ്ഘാടന വേള മംഗളമാക്കിയ മലയാളികൾക്ക് 4 ഹൈൻഡായി കാർ സമ്മാനം. എല്ലാവർക്കും അറ്റ്ലസിന്റെ തിരുവോണ ആശംസകൾ. അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം.